ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഒന്ന് ഗുരുവായൂർ പോകാൻ പോകാട്ടോ. ഞങ്ങൾ എല്ലാവരും കുറേ കാലമായിട്ട് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, എവിടെയെങ്കിലും പോകണമെന്ന്, ട്രിപ്പ് പോകണമെന്നതിനോ ഒരു ഒരു എൻജോയ് ചെയ്തിട്ടുള്ള നല്ല അടിച്ചു പൊളിച്ചുള്ള ട്രിപ്പ് പോകണമെന്നതിനും ആഗ്രഹം. പക്ഷേ നമുക്ക് നമ്മളെ സാഹചര്യങ്ങളൊന്നും അതിന് ഇതാവാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഗുരുവായൂരായിട്ടാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗുരുവായൂർ പോകാൻ അങ്ങനെ ഫൈനലി തീരുമാനിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട്. അങ്ങനെ 2:50 കേട്ടോ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നു. രണ്ടാൾ വരാൻ ലേറ്റായി. അങ്ങനെ അവരെ കാത്തു നിന്ന് കുറേ സമയം. അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി. കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ തന്നെ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ കയറി ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ നമുക്ക് സൈഡ് സീറ്റെല്ലാം കിട്ടി. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയ സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് മുന്നേ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ എത്തിയിട്ട് അവിടെ നിന്ന് എങ്ങനെ ട്രെയിനിന് ഡയറക്റ്റ് ഗുരുവായൂരേക്കുള്ള ട്രെയിനിനായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവരുടെ ഒരു പ്ലാനിങ്ങിൽ അവർ പറഞ്ഞത് എന്നാന്ന് തിരുവൂരെത്തിയിട്ട് നമുക്ക് അവിടുന്ന് ബസ്സിന് പോകാമെന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ ബസ്സിന് കയറാൻ വേണ്ടി പോക്കാനേ. എൻ്റെ മോനെ ബസ്സൊക്കെ ഒരു വരുന്നത് കാണണം. സത്യത്തിൽ നമ്മൾ പിടിച്ചിടുന്നുള്ളൊരു മൈൻഡിലേനും ആ ഒരു രീതിക്കാണ് ബസ്സെല്ലാം വരിക. പിന്നെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ആ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫോണൊക്കെ ചെറിയ പൈസക്ക് ഫോൺ വിൽക്കുക അങ്ങനത്തെ നമ്മൾ ഓൺലൈനിലെല്ലാം കണ്ടിച്ചില്ലേ, അല്ല റീൽസിലെല്ലാം കണ്ടിച്ചില്ലേ, ആ സ്ഥലത്ത് കൂടിയായിട്ട് നമ്മൾ നടന്നു പോയേ. അങ്ങനെ വിശന്ന് വലഞ്ഞ് ഒരു ഹോട്ടലിൽ കയറിയത്. നിങ്ങൾക്കുണ്ട് ഈ സ്വഭാവം, ഈ പൈപ്പിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് കൈയ്യകിൻ്റെ പൈപ്പിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് പൂട്ടുന്നൊരു സ്വഭാവം അതെനക്കുണ്ടേ. അങ്ങനെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വിശന്ന് നമുക്കെന്താ പറയേണ്ടതെന്നറിയില്ല, അത്രക്കും വിശന്നു. കാരണം ബസ്സിൽ നല്ല ദൂരമുണ്ട് തിരൂരിൽ നിന്ന് ഗുരുവായൂരേക്ക്. അത്ര സമയം നിന്ന് അതിലൊരു 10 മിനിറ്റ് എങ്ങനെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ആ ഒരു സമയം ഫുള്ള് ഞങ്ങൾ നിൽക്കലായിരുന്നു. ഒരു 2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു, കഷ്ടിച്ച് 2 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ അവസാനം ഫുഡ് കിട്ടി. സത്യം പറയാലോ ഹോട്ടലിൻ്റെ പേര് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് കയറിയത്. ഒരു വായിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ വിശന്ന് വലഞ്ഞ് കയറിയതായതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു. പക്ഷേ ഒട്ടും നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്തൊരു തരം ഫുഡ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നതായതുകൊണ്ട് നമ്മൾ ചിക്കനോ അങ്ങനത്തെ കാര്യമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മഷ്റൂം ബിരിയാണിയായിരുന്നു വാങ്ങിയത്. ആ മഷ്റൂമിൻ്റെ ടേസ്റ്റ് അവർക്ക് എത്രത്തോളം കുളമാക്കാൻ പറ്റുന്നോ അത്രത്തോളം അവർ കുളമാക്കിയിട്ടാണ് നമുക്ക് ആ ബിരിയാണി തന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാട്ടോ. എന്തൊക്കെയോ ഒരാളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. പിന്നെ അങ്ങനെ നമ്മൾ ചെരുപ്പ് വാങ്ങാനൊക്കെ പോയി. പിന്നെ എന്താണ് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ അടുത്തെല്ലാം കറങ്ങിയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് എല്ലാവർക്കും. പിന്നെ ഇപ്പം ഞാൻ ഓക്കെ ആയി. എനിക്കിങ്ങനെ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ ആദ്യം എനിക്കൊക്കെ ഭയങ്കര ഞാൻ പണ്ടത്തെ യൂട്യൂബ് ചാനൽ ഇടുന്ന സമയത്തൊക്കെ ഭയങ്കര നടക്കണമായിരുന്നു. പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ നോക്കൂലേ അങ്ങനെയുള്ളൊരു മൈൻഡിൽ. പിന്നെ എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്യാതെ ഇങ്ങനെ ഇതായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിടുന്നത്, വീഡിയോസിൽ പറയാണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിടുന്നത്. അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. ഞാൻ അങ്ങനെ ഒരു ക്യാപ്പച്ചിനോ ഒക്കെ കുടിച്ച് സെറ്റായി. അപ്പോഴാണ് ഒരു തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം വന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഫുള്ള് മഴയായിരുന്നു. ഇടിമിന്നലിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു. സത്യത്തിൽ പേടിച്ചിട്ടാണ് വന്നത്. കാരണം അത്രയ്ക്ക് ഇടിമിന്നൽ. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ഇടിമിന്നലുള്ള സമയത്ത് നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങലില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ ആ സമയത്ത് ആ ബസ്സിലിരുന്ന സമയത്ത് ഇടിമിന്നലിൻ്റെ ആ കറക്റ്റ് ആ ആകാശത്തിൽ കറക്റ്റ് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങളും, കുറേ എന്നല്ല കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അച്ഛൻ എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു, എന്താ പറയുക, നമ്മുടെ മുളക് പപ്പടമില്ലേ ആ പപ്പടം വാങ്ങണം, പിന്നെ വലിയ പപ്പടം വാങ്ങണം, ആ പപ്പടം വാങ്ങണം, പിന്നെ കുരുമുളകിൻ്റെ പപ്പടം, അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തു കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക കേട്ടോ. സത്യത്തിൽ ഞാൻ പണ്ടൊരു പ്രാവശ്യം ഗുരുവായൂർ വന്നിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഗുരുവായൂർ വന്നത്. അത് ഞാനും എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടി വന്നതാണ്. അപ്പം സത്യത്തിൽ എനിക്ക് ഞാൻ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അല്ല എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കുക, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു അമ്പലത്തിൽ പോകാൻ പറ്റില്ല. നല്ല പേടിയാണ് എനിക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ വളയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നൊസ്റ്റു അടിക്കുന്നില്ലേ? ഈ വള ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് നമ്മൾ ശബരിമലക്കൊക്കെ പോയിട്ട് വരുമ്പോൾ വാങ്ങൂലേ അങ്ങനത്തെ വള.
അങ്ങനെ ഞങ്ങൾ ആൻറ്റിക്കിൻ്റെ കുറേ ഇയറിങ്സിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി 2000, 1800 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡാൻസൊക്കെ ചെയ്യുന്നതിൻ്റെ അവിടെ കുറച്ച് സമയം നിന്നു. അങ്ങനെ നമ്മളൊരു ടോയ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കസിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ തോക്കില്ലേ അതൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് പോയിട്ടോ. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഞാൻ പപ്പടം കാണിച്ചു തരാം. മുളക് പപ്പടം വാങ്ങിയിട്ടുണ്ട്, കുട്ടി പപ്പടമാണ് വാങ്ങിയത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നാണ്. പിന്നെ കുരുമുളകിൻ്റെ പപ്പടം വാങ്ങിയിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യം ഒന്ന് വാങ്ങി, അപ്പോൾ ഞാൻ വെച്ചത് കുരുമുളകിൻ്റെ പപ്പടമാണെന്ന് പറഞ്ഞ് വാങ്ങിയത് എള്ളുള്ള പപ്പടമായിപ്പോയി. അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ട് കുരുമുളകിൻ്റെ തന്നെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ എത്തിയത് 12 മണിക്കാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഉമ്മ.